ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. റെഡ്മിയുടെ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോൺ, റെഡ്മിയുടെ A5, ഒരു 6500 രൂപ മാത്രമേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അതായത് 3GB 64GB ഉള്ള വേരിയൻ്റെ പ്രൈസാണ് 6500 രൂപ. 3GB മാത്രമേ വരുന്നുള്ളൂ, 4GB അല്ല. ഒരു ഹയർ വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്, അത് 4GB 128GB ആണ്. അതിൻ്റെ പ്രൈസ് 7499 ആയിട്ടാണ് വരുന്നത്. ഒരു 1000 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റാമും സ്റ്റോറേജും ഒക്കെ തന്നെ അധികമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസ് മോഡൽ പരമാവധി ഒഴിവാക്കുക കേട്ടോ. വാങ്ങിയ സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോൾ ആയിരിക്കും ഫോൺ ലാഗ് ആകാൻ തുടങ്ങും, സ്റ്റോറേജ് ഇല്ലാത്ത അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ 128GB ഹയർ മോഡൽ എടുക്കാൻ നോക്കുക വാങ്ങുന്നുണ്ടെങ്കിൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഡിസൈൻ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒട്ടുമിക്ക ഫോൺസിനും ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക, നല്ല രസമാണ്. സാംസങ് എന്ന ബ്രാൻഡിൻ്റെ ഒഴികെ ബാക്കി എല്ലാ ബ്രാൻഡിൻ്റെ ഡിസൈനും നല്ല രസമാണ്. ഇതിനെക്കാട്ടി വില കൂടിയ ഫോണിൽ പോലും ഇത്ര നല്ല ഡിസൈൻ ഇപ്പോൾ വരാറില്ല. അത്രക്കും നല്ലൊരു എന്താ പറയുക, 3 കളേഴ്സായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒരു ഗോൾഡ് വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, ഒരു ബ്ലൂ കളർ കൂടെ വരുന്നുണ്ട്. 3 നല്ല നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള കളേഴ്സാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. കാണാൻ ഐഫോൺ 16 ആ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ പോലെ തോന്നും. ആ രീതിയിലുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. 193 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 8.26 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. ഒരു ആവറേജ് വെയിറ്റും തിക്നെസ്സൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് കുറവും ഇല്ല, എന്നാൽ നല്ലോണം കൂടുതലും ഇല്ല. തിക്നെസ്സും ആ ഒരു രീതിയിൽ തന്നെയാണ്. തിക്നെസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ കൊള്ളാം. ഡിസൈൻ വൈസ് നല്ല രസമുണ്ട്. 3.5 മോഡ്യൂൾ ജാക്ക് വരുന്നുണ്ട്. ടൈപ്പ് സി ആയിട്ടുള്ള ചാർജിങ് പോർട്ടാണ് വരുന്നത്. IP52 റേറ്റിംഗ് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. SD കാർഡിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ബേസിക്കായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പവും പറയാനേ ഇല്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.88 ഇഞ്ച് വരുന്ന HD ആയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 600 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ഫോണിലും കണ്ടുവരുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇതിന് വരുന്നത്. നോച്ചിൽ തന്നെയാണ് സെൽഫി ക്യാമറ വരുന്നത്. പഞ്ച് ഹോൾ അല്ല. 6500 രൂപയുടെ ഫോണാണ്. ഇറ്റ്സ് ഓക്കെ. എന്നാലും 7000 രൂപ 7500 രൂപയുടെ മോട്ടോറോള ഫോണിൽ മാത്രമേ ഇപ്പോഴും പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് നോക്കുമ്പോൾ കുഴപ്പമില്ല. 6500 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന രീതി നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. നോച്ച് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഡിസ്പ്ലേ ആണെങ്കിൽ വലിയ ഡിസ്പ്ലേ ആണ്. അത് ഈ റേഞ്ചിൽ എല്ലാ ഫോണും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺ വാങ്ങുന്നവർക്ക് വലിയ ഡിസ്പ്ലേ ആണ് ഒട്ടുമിക്ക പേർക്കും ഇഷ്ടം. അതുകൊണ്ട് വലിയ ഡിസ്പ്ലേ തന്നെ എല്ലാ ബ്രാൻഡും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിനും നല്ല വലിയ ഡിസ്പ്ലേ തന്നെ വരുന്നുമുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമല്ല, കുഴപ്പങ്ങളെ പറയാനില്ല. കാരണം ഈ റേഞ്ചിലുള്ള എല്ലാ ഫോണിലും ഈ രീതിയിലുള്ള ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഡിസ്പ്ലേ ഒന്നും ഈ പ്രൈസ് റേഞ്ചിൽ വരാറുമില്ല. ഇതിൻ്റെ കുറവ് ഡിസ്പ്ലേ വരാറുമില്ല. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് ഇതിന് വരുന്നുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ 32 MB ഡുവൽ റിയർ ക്യാമറയാണ് വരുന്നത്. 32 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു ഓക്സിലറി ലെൻസാണ്, ആവശ്യമില്ലാത്തൊരു ലെൻസാണ് സെക്കൻഡറി ആയിട്ട് വരുന്നത്. സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറ ഫ്രണ്ട് ക്യാമറയിലും 1080p 13 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റേഞ്ചിൽ അങ്ങനെ വലിയ ക്യാമറ ഉള്ള ഫോണൊന്നുമില്ല. അതായത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ആ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ക്യാമറ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ ഒട്ടുമിക്ക എല്ലാ ഫോണിലും എങ്ങനെയാണോ ക്യാമറ ഉണ്ടാകുന്നത് ആ ഒരു ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോണിൽ കിട്ടും. എന്നല്ലാതെ വലിയ ക്യാമറ ഒന്നും ഈ റേഞ്ചിൽ നോക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാത്തിനും ഈ ഒരു എക്സാക്ട് സെറ്റപ്പ് തന്നെയാണ് ഉണ്ടാകുന്നത്. 50 MB ഒക്കെ ചിലതിൽ ഉണ്ടാവും, പക്ഷെ അതൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. വെറുതെ ഒരു 15 MB പറയാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും വലിയൊരു കാര്യമായിട്ട് എടുക്കുകയേ വേണ്ട. നോർമലായിട്ടൊരു സാധാരണ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആവും. എന്നല്ലാതെ ഒരു ക്യാമറ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇല്ല. ഇനി പെർഫോമൻസ് ആണെങ്കിൽ യൂണിസോക്കിൻ്റെ T7250 എന്ന ഒരു ചിപ്സെറ്റാണ് വരുന്നത്. പെർഫോമൻസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒട്ടുമിക്ക പേരും കമൻറ്റ്സ് ചോദിക്കാറുണ്ട്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏതാണ് നല്ല ഗെയിമിംഗ് ഫോൺ. ഒന്നാമത്തെ കാര്യം, ഈ പ്രൈസ് റേഞ്ചിൽ ഗെയിമിംഗ് ഫോൺ എന്ന ഒരു പേരേ പറയേണ്ട ആവശ്യമില്ല. ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും. നോർമലായിട്ടുള്ള ഗെയിമൊക്കെ തന്നെ അത്യാവശ്യം സ്മൂത്തായിട്ട് കളിക്കാൻ വേണ്ടി പറ്റും. എന്നല്ലാതെ ഹെവി ആയിട്ടുള്ള ഗെയിമൊന്നും ഇതിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കളിക്കാനൊക്കെ പറ്റും. ഇപ്പം ഞാനും പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു 6000 രൂപ റേഞ്ചിലൊക്കെ ഫോണിൽ PUBG ഒക്കെ പണ്ട് കളിച്ച ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അത് ഭയങ്കര അധികം സ്റ്റക്കും ലാഗൊക്കെ
കൂടിയിട്ട് കളിക്കാൻ വേണ്ടി പറ്റും എന്നല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള ഗെയിമൊന്നും നിങ്ങൾ അങ്ങനെ ഹെവി ഗെയിമൊന്നും ഇതിൽ പ്രതീക്ഷിക്കേ വേണ്ട. അങ്ങനെ ഒരു ഫോണേ അല്ല ഇത്. അങ്ങനെ വേണം നിങ്ങൾക്ക് പിന്നെയും പ്രൈസ് കൂട്ടി 10K റേഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ഈ റേഞ്ചിലെ ഫോണിലൊക്കെ തന്നെ അങ്ങനെ അത്യാവശ്യം സ്റ്റക്കും ലാഗൊക്കെ ഉണ്ടാകും. ഗെയിംസൊക്കെ ആണെങ്കിൽ നോർമലായിട്ടുള്ള ഗെയിമിന് അങ്ങനെ വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം സ്മൂത്ത് ആയിരിക്കും. കുറച്ച് രീതിയിലുള്ള വലിയ ഗ്രാഫിക്സുള്ള ഗെയിമാണെങ്കിൽ ആ രീതിയിൽ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഗെയിമിംഗ് എന്ന ആ ഒരു പേരേ പറയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്തായിട്ടൊക്കെ വർക്കാവും, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 3GB റാം ഒഴിവാക്കുക 4GB എങ്കിലും എടുക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്മൂത്തായിട്ടുള്ള എന്നാലും ആ കിട്ടുന്ന രീതിയിൽ നല്ലൊരു സ്മൂത്ത് ഇൻ്റർഫേസ് ആയിരിക്കും ഇതിൽ കിട്ടുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. അതും ഗോ എഡിഷനാണ്, അതായത് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു ഫോൺ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഫാസ്റ്റർ ആയിരിക്കും ഫോൺ എന്ന് പറഞ്ഞത്. ഈ ഒരു ഗോ എഡിഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഈ റേഞ്ചിൽ ഒട്ടുമിക്ക ഫോണിലും ഇപ്പോൾ ഗോ എഡിഷൻ തന്നെയാണ് വരാറ്. കൊള്ളാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 തന്നെ കൊടുത്തിട്ടുമുണ്ട്. പിന്നീട് 2+4 ഇയേഴ്സ് വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കിട്ടുന്നുമുണ്ട്. 4 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും കൊടുത്തിട്ടുണ്ട്. സോ 4 വർഷം തന്നെ ഇനഫാണ്. 4 വർഷമാണ് നമ്മളൊരു ഫോൺ യൂസ് ചെയ്യുന്ന ഒരു 3-4 വർഷമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് എന്തായാലും ഫോൺ ഉണ്ടാവില്ല. പിന്നെ ഒരു ലാഗൊക്കെ എന്തായാലും വരും. അപ്പോൾ അതുവരെ അപ്ഡേറ്റും പ്രോപ്പറായിട്ട് റെഡ്മി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ 5200 mAh ബാറ്ററിയും വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ ചാർജർ ബോക്സിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു വലിയൊരു ബാറ്ററി സെറ്റപ്പും ഇതിന് വരുന്നുണ്ട്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6500 രൂപയുടെ ഫോണാണ്. ആ ഒരു പ്രൈസിൽ ഇതിലാകെ കുറവായിട്ട് എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യമാണ് ഇതിൻ്റെ റാം ആൻഡ് സ്റ്റോറേജ്. കാരണം ഇതിൻ്റെ തന്നെ റീബ്രാൻഡ് ആയിട്ടുള്ള പോക്കോയുടെ C71 എന്ന മോഡലുണ്ട്. അതിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് 4GB 64GB ആണ്. അതിൻ്റെ പ്രൈസ് 6500 രൂപയാണ്. അവിടെ നിങ്ങൾക്ക് 3GB അല്ല 4GB കിട്ടുന്നുണ്ട്. ഇതേ സെയിം പ്രൈസാണ്. അതിൻ്റെ ഹയർ വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB 128GB ആണ്. അതിൻ്റെ പ്രൈസ് 7300 രൂപയാണ്. അപ്പോൾ വലിയൊരു ഡിഫറൻസ് അവിടെ തന്നെ വന്നു. സെയിം ആട്ടോ, ഡിസൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ സ്പെക്കും സെയിം ആണ്. ഈ ഒരു റാം ആൻഡ് സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ, നിങ്ങൾ ഓൺലൈനിലാണ് ഫോൺ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റായിട്ട് പോക്കോയുടെ C71 തന്നെ വാങ്ങാൻ നോക്കാം കേട്ടോ. റെഡ്മി A5 ഒരു ഓഫ്ലൈൻ സീരീസ് ഫോണാണ്. അപ്പോൾ ഓഫ്ലൈനിൽ മാത്രമല്ല ഓൺലൈനിലും കിട്ടും. പക്ഷേ പോക്കോ C71 ചിലപ്പോൾ ഓഫ്ലൈനിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എന്തായാലും ചില സ്ഥലത്ത് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് പ്രൈസ് അധികമായിരിക്കും. അപ്പോൾ നോക്കി കണ്ടൊക്കെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ടമെന്റൽ സൈനിങ് ഓഫ്. ബൈ.